ഏറ്റവും പുതിയ വിവരങ്ങളിലൊന്ന് ഇസ്രായേലിലേക്ക് ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന്റെ തോത്, ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടിയിരിക്കുന്നു. നിരന്തരം ഇസ്രായേലിലേക്ക് ഇറാന്റെ ഡ്രോണുകൾ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 10 ഡ്രോണുകൾ വീഴ്ത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ കൃത്യമായി അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ, ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഇസ്രായേലിലേക്ക് വ്യാപിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി അവിടെ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത്. എന്തായാലും അവിടെ ഡ്രോൺ ആക്രമണം ഒരു വശത്ത് നടക്കുന്നുണ്ട്, ഒപ്പം തന്നെ അവിടെ അത് തടുക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമവുമുണ്ട് എന്നാണ്. അഫ്താബ് റഹ്മാൻ ചേരുകയാണ്. അഫ്താബ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ട്രംപ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ യുദ്ധം എത്ര നാൾ വേണമെങ്കിലും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറയുന്നതിലൂടെ ഇറാന് മുന്നിൽ വലിയ ഭീഷണി വീണ്ടും മുഴക്കുകയാണ്. അതല്ല, നേരത്തെ വേണമെങ്കിൽ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വേഗം നടപ്പാക്കണമെന്നുള്ള വലിയ ഭീഷണി ഡൊണാൾഡ് ട്രംപ് അവിടെ വീണ്ടും മുന്നോട്ട് വെക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര ചർച്ചകൾക്കുള്ള ഒരു സാധ്യത അവശേഷിപ്പിക്കാൻ ഇറാനും ഇസ്രായേലും അമേരിക്കയും അവിടെ അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ? മഹേഷ്, ഇപ്പോൾ വരുന്ന ഈ മൊമെന്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റിൽ നിന്ന് നമുക്കൊരിക്കലും ഇത് പെട്ടെന്ന് അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ ഒരു തരമില്ല. ഇപ്പോൾ ട്രംപിന്റെ ഒരു പ്രസ്താവന വന്നതിന് ശേഷം ഇസ്രായേലിലുള്ള US ഉദ്യോഗസ്ഥൻ അവിടെയുള്ള മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഈ യുദ്ധം തീർച്ചയായും ദിവസങ്ങളെടുക്കും അവസാനിപ്പിക്കുവാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വരും മണിക്കൂറുകളിലോ മറ്റോ എന്തെങ്കിലും ഒരു മാജിക് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം ട്രംപിന്റെ വാക്കുകളിൽ നിന്നും ഇറാന്റെ പ്രതികരണത്തിൽ നിന്നും അക്കാര്യം വ്യക്തമാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ നേരത്തെ അത് സൂചിപ്പിച്ചതുമാണ്. അതായത് ഇറാന്റെ ഭരണ നേതൃത്വത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ആക്രമണത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അതിൽ ഒരു കാര്യം ഉറപ്പാണ്, അല്പം മുമ്പ് ഇറാന്റെ വിദേശകാര്യ വക്താവ് അറിയിച്ചിരിക്കുന്നത് ചില നേതാക്കൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അവർ ഏത് ശ്രേണിയിലുള്ളതാണെന്നോ ആരെല്ലാമാണെന്നോ എന്നതൊന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ചിലരുടെ മരണം നടന്നു എന്ന് അദ്ദേഹം, ചിലർ കൊല്ലപ്പെട്ടു എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇറാന്റെ വിദേശകാര്യ മന്ത്രി സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം, ഇറാന്റെ പരമോന്നത നേതാവ് അദ്ദേഹത്തെയും ഒപ്പം തന്നെ പ്രസിഡന്റിനെയും ഭരണത്തിൽ നിന്നും മാറ്റുക എന്നുള്ളതാണ് US-ന്റെയും ഇസ്രായേലിന്റെയും താല്പര്യം. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളുടെയും താല്പര്യം. ആ താല്പര്യത്തിലേക്ക് അവർ എത്താനായിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും ഇതുവരെ ആക്രമണത്തിലോ അവരുടെ കൊട്ടാരത്തിലേക്ക് നടന്ന ആക്രമണത്തിലോ മറ്റും ഒരു പരിക്ക് പോലും ഏൽക്കാതെ സുരക്ഷിതരാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി അവിടുത്തെ വിദേശകാര്യ മന്ത്രി തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും വരും മണിക്കൂറുകൾ സ്വാഭാവികമായിട്ടും നിർണായകമാണ്. കാരണം കഴിഞ്ഞ 2-3 മണിക്കൂറുകളിലായി നമ്മൾ കാണുന്നത് മിസൈലുകളുടെ ആക്രമണം, ഒപ്പം തന്നെ തിരിച്ചുള്ള പ്രത്യാക്രമണം ഇത് സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാരണം നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിക്കൊണ്ടാണ് ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും എത്തുന്നത്. സമാനമായ രീതിയിൽ തന്നെ അവിടെ നിന്നും ആക്രമണം തിരിച്ചും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇറാന്റെ തൊട്ടടുത്തുള്ള സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനോട് ചേർന്നുകൊണ്ട് നിൽക്കുന്ന സമുദ്ര മേഖലയിൽ ഒന്നാകെ, അതിൽ പ്രത്യേകിച്ച് ബഹ്റൈനോടുമൊപ്പം ചേർന്ന് നിൽക്കുന്ന US താവളങ്ങളോട് ചേർന്ന് അവിടെ നിന്നും സമാനമായ രീതിയിൽ തന്നെ ഒരേ സമയം ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇത്രയധികം മുന്നൊരുക്കം പൂർത്തിയാക്കിക്കൊണ്ടുള്ള, ഇത്ര ദൈർഘ്യമേറിയ, ഇത്ര വ്യവസ്ഥാപിതമായിട്ടുള്ള തരത്തിലുള്ള ഒരു ആക്രമണം US സമീപകാലത്ത് ഇറാനുമേൽ നടത്തിയിട്ടില്ല. നേരത്തെ നടത്തിയ ആക്രമണങ്ങളൊക്കെ ഒരുപക്ഷെ പെട്ടെന്ന് വരിക, ആക്രമണം നടത്തി മടങ്ങിപ്പോവുക എന്നുള്ള തരത്തിലായിരുന്നു. എന്നാൽ ഈ ഒരു യുദ്ധത്തിന്റെ ചിത്രം അല്ലെങ്കിൽ ആക്രമണത്തിന്റെ ഒരു സ്വഭാവം വ്യത്യസ്തമാണ്. പക്ഷെ അതിന്റെ വില കൊടുക്കാൻ പോകേണ്ടി വരുന്നത് ഇറാനും ഇസ്രായേലും US മാത്രമല്ല, അത് ഗൾഫ് രാഷ്ട്രങ്ങളായിരിക്കും, അവിടെയുള്ള മലയാളികളായിരിക്കും എന്നുള്ളത് കൂടിയാണ് ഇതിലെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിനെ തന്നെ, നമ്മുടെ സമ്പദ് രംഗത്തിനെ തന്നെ ബാധിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് ഇക്കാര്യമാണ്. ഏതായിരുന്നാലും ഇന്ന് രാത്രിയിലും ആക്രമണം രൂക്ഷമായി തന്നെ തുടരുമെന്നുള്ളതാണ് ഇരു കൂട്ടരുടെയും പ്രസ്താവനകൾ
പറയുന്നത് ഇസ്ഫഹാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടക്കുമെന്ന് നേരത്തെ ഇസ്രായേൽ പറഞ്ഞിരുന്നു, മിനിറ്റുകൾക്കകം ഉണ്ടാകുമെന്നുള്ളത് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായുള്ള ആക്രമണം വൈകാതെ നടക്കുമെന്നുള്ളതാണ് ഇപ്പോഴും അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും ഇറാനും പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ തന്നെ ഇറാൻ നേരത്തെ അവരുടെ കയ്യിലുള്ള തുറുപ്പുചീട്ടായി കഴിഞ്ഞ 12 ദിന യുദ്ധത്തിൽ പോലും അവർ എടുത്തുകാട്ടിയിരുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് അടക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ യുദ്ധത്തിലെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അവിടെ കപ്പലുകൾക്ക് അവിടെയുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. അത് സമ്പൂർണ്ണമായി അടച്ചോ എന്നുള്ള പ്രഖ്യാപനം വന്നിട്ടില്ല. പക്ഷേ സൈനിക നേതൃത്വം പറയുന്നത് ഇതുവഴി കപ്പലുകളെ പ്രവേശിപ്പിക്കില്ല എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കപ്പലുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. UK ആസ്ഥാനമായിട്ടുള്ള മാരിടൈം ഓർഗനൈസേഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പ് കപ്പലുകൾക്ക് നൽകിയിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് നേരിട്ട് അറിയിപ്പില്ല, പക്ഷേ അതുവഴി പോകുമ്പോൾ സൂക്ഷിക്കണമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മാരിടൈം ട്രാഫിക് പരിശോധിക്കുമ്പോൾ, ലൈവ് ട്രാക്കിംഗ് പരിശോധിക്കുമ്പോൾ സൗദി അറേബ്യയുടെയും ഒമാന്റെയും തീരത്തോട് ചേർന്ന് കപ്പലുകൾ ആ ഭാഗത്തേക്ക് പ്രവേശിക്കാതെ മാറി നിൽക്കുന്ന ഒരു ചിത്രം കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഈ തരത്തിൽ പൂർണ്ണമായും ഒരു യുദ്ധഭീതിയിലേക്ക് ഈ രാവ് മാറിയിരിക്കുന്നു എന്നുള്ള